മോർണിംഗ് ടു ഓൾ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെസിമൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് മുൻ വർഷങ്ങളിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹരിതം കാർഷിക ക്ലബ് ഇൻ രാമപുരം UP സ്കൂൾ കൾട്ടിവേറ്റ്സ് ലേഡീസ് ഫിംഗർ. The following table shows the details of the harvest in the last week. ടേബിൾ നോക്കുക. മൺഡേ 11.82 കിലോഗ്രാം, Tuesday 12.5, Wednesday 8.07, Thursday 12.46, Friday 8.65. അതായത് ഈ 5 ദിവസം കിട്ടിയ ഹാർവസ്റ്റിന്റെ വെയിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ട്, ഓൺ വിച്ച് ഡേ ദ ഹാർവസ്റ്റ് ഈസ് മാക്സിമം? മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആൻഡ് തേഴ്സ്ഡേ. ഏത് ദിവസമാണ് കൂടുതൽ ഹാർവസ്റ്റ് കിട്ടിയത്? ബി പാർട്ട്, ഓൺ വിച്ച് ഡേ ദ ഹാർവസ്റ്റ് ഈസ് മിനിമം? ഏത് ദിവസമാണ് മിനിമം ഹാർവസ്റ്റ് ഉണ്ടായിരുന്നത്? സി പാർട്ട്, ഹൗ മച്ച് മോർ ലേഡീസ് ഫിംഗർ വാസ് കളക്റ്റഡ് ഓൺ മൺഡേ ദാൻ ഫ്രൈഡേ? മൺഡേ ഫ്രൈഡേക്കാൾ എന്തുമാത്രം കൂടുതൽ ഹാർവസ്റ്റ് കിട്ടി? ഡി പാർട്ട്, വാട്ട് ഈസ് ദ ആവറേജ് വെയിറ്റ് ഓഫ് ലേഡീസ് ഫിംഗർ ഗോട്ട് ഇൻ ദ ലാസ്റ്റ് വീക്ക്? ഈ അവസാന ആഴ്ച കിട്ടിയ ലേഡീസ് ഫിംഗറിന്റെ ആവറേജ് വെയിറ്റ് കണ്ടെത്തുക. അതായത് 5 ദിവസത്തെ കൾട്ടിവേഷന്റെ ആവറേജ് കണ്ടെത്തുക. ഓക്കെ, നോക്കാം. നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഈ ടേബിളിൽ? മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ കിട്ടിയ ലേഡീസ് ഫിംഗറിന്റെ ആ ഹാർവസ്റ്റിന്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എത്ര കിലോഗ്രാം വീതമാണ് ഒരു ദിവസം കിട്ടിയെന്ന് കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ദിവസമാണ്? ഇപ്പൊ മൺഡേ ആണ്, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഈ 4 ദിവസത്തിൽ ഏത് ദിവസമാണ് ഏറ്റവും കൂടുതൽ ഹാർവസ്റ്റ് കിട്ടിയത്? നോക്കാം. മൺഡേ 11.82, ട്യൂസ്ഡേ 12.5, വെനസ്ഡേ 8.07, തേഴ്സ്ഡേ 12.46. ഓക്കെ, ഇപ്പൊ ഈ 4 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ ദിവസം ഏതാണ്? ട്യൂസ്ഡേ ആണ്. 12.5 കിലോഗ്രാം കിട്ടി. ട്യൂസ്ഡേ ആണ് അപ്പം ഫസ്റ്റിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൺ വിച്ച് ഡേ ദ ഹാർവസ്റ്റ് ഈസ് മിനിമം? ഏത് ദിവസമാണ് ഏറ്റവും കുറവ് ഹാർവസ്റ്റ് കിട്ടിയത്? ഓക്കെ, നോക്കുക. 11.82, 12.5, 8.07. നോക്കാം ഹാർവസ്റ്റ് എല്ലാം എഴുതാം. 6.5. ഓക്കെ, ഇതാണ് നമുക്ക് 5 ദിവസം കിട്ടിയ ഹാർവസ്റ്റിൽ ഏറ്റവും മാക്സിമം ആയിരുന്നു 12.5. നെക്സ്റ്റ് ഏറ്റവും മിനിമം ഏതായിരുന്നു? 8.07. അപ്പൊ ബി പാർട്ട് ഏതാണ്? ഏറ്റവും മിനിമം കിട്ടിയത് ഏത് ദിവസമാണ്? വെനസ്ഡേ. അടുത്ത സി പാർട്ട്, ഹൗ മച്ച് മോർ ലേഡീസ് ഫിംഗർ വാസ് കളക്റ്റഡ് ഓൺ മൺഡേ ദാൻ ഫ്രൈഡേ? ഫ്രൈഡേക്കാൾ എന്തുമാത്രം കൂടുതൽ മൺഡേ കളക്ട് ചെയ്യാൻ പറ്റി? അപ്പോൾ ഹൗ മച്ച് മോർ എന്നുള്ളത് എത്രയാണ്? ഫ്രൈഡേക്കാൾ എന്തുമാത്രം കൂടുതൽ ഉണ്ടായിരുന്നു? മൺഡേ കിട്ടിയത് എത്രയാണ്? 11.82 മൈനസ് ഫ്രൈഡേ കിട്ടിയത് എത്രയാണ്? 8.65. മൈനസ് ചെയ്യുക. 11.82 മൈനസ് 8.65. 3.17 കിലോഗ്രാം. 3.17 കിലോഗ്രാം. ലാസ്റ്റ് പാർട്ട് ആവറേജ്. ഇതിന്റെ എല്ലാം ആവറേജ് ഉണ്ട്. ആവറേജ് ഈസ് ഈക്വൽ ടു എല്ലാം കൂടെ ആഡ് ചെയ്യുക. 11.8 പ്ലസ് 12.5 പ്ലസ് 8.07 പ്ലസ് 12.46 പ്ലസ് 8.65 all divided by 5. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 53.5 എന്ന് കിട്ടും. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.7 കിലോഗ്രാം. ഈ 5 ദിവസത്തെ ആവറേജ് എത്രയാണ്? 10.7 കിലോഗ്രാം. ഓക്കെ, ക്വസ്റ്റ്യൻ 2 പാർട്ട് ഉണ്ട്. എ പാർട്ട്, if 423 into 46 is equal to 9458, find 42.3 into 4.6. 4 ഓപ്ഷൻസ് ഉണ്ട്. 194.58, 19.458, 1.9458, 1945.8. 423 into 46 is equal to 19458 ആണ് എങ്കിൽ 42.3 into 4.6 കണ്ടെത്തുക. 4 ഓപ്ഷൻസ് ഉണ്ട്. ബി പാർട്ട്, a goldsmith has 15 bangles of 4.5 gram each. He changed these bangles to rings of 2.5 gram each.
A part, first part, what is the total weight of gold grain? Gold in grams. How many rings can be made using this gold? നോക്കുക, ഒരു സ്വർണ്ണ കച്ചവടക്കാരൻ്റെ 15 വളകൾ ഉണ്ടായിരുന്നു. അതായത് 4.5 ഗ്രാം വീതമുള്ള 15 വളകൾ ഉണ്ടായിരുന്നു. അയാൾ അത് 2.5 ഗ്രാം വീതമുള്ള മോതിരങ്ങളാക്കി മാറ്റിയാൽ അപ്പോൾ ആദ്യമേ അയാളുടെ എന്ത് മാത്രം ഗോൾഡ് ഉണ്ടായിരുന്നു, എത്ര ഗ്രാം ഗോൾഡ് ഉണ്ടായിരുന്നു? ഇനി ഈ ബാംഗിൾസ് യൂസ് ചെയ്ത് എത്ര റിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും? അതാണ് ക്വസ്റ്റ്യൻ. പാട്ട് നോക്കുക. എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത് 42.3 into 4.6. നോക്കുക, ഇതേ നമ്പർ തന്നെ ഇവിടെ മൾട്ടിപ്പിൾ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റുകൾ മാത്രമേ ഡെസിമൽ, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഓക്കെ, അതായത് 423നെ 42.3 എന്ന് ആക്കി 46നെ 4.6 ആക്കി. നോക്കി, നമ്മൾ ആക്ച്വലി ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ 423 into 46 ചെയ്യും. കിട്ടുന്ന ആൻസറിൽ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം മാറ്റി ഡോട്ട് ഇടും. അപ്പോൾ ഇത് തന്നെയല്ല കിട്ടുന്നത്. 423 into 46 ഈ ആൻസർ കിട്ടും. ആ ആൻസറിൽ ഡെസിമൽ പോയിന്റ് ശേഷം ഡിജിറ്റുകൾ എണ്ണത്തിന്റെ സം ചെയ്തു. ഇവിടെ ഓർമ്മയുണ്ട്, ഇവിടെ ഓർമ്മയുണ്ട്. അപ്പോൾ ടോട്ടൽ ഡെസിമൽ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് ഉണ്ടാവണം ആൻസറിൽ. അപ്പോൾ എന്തൊരു ഇതിന്റെ ആൻസർ 194.58. ഓക്കെ, ഇനി ബി പാർട്ടായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഗോൾഡ് കച്ചവടക്കാരൻ്റെ 4.5 ഗ്രാം വീതമുള്ള 15 വളയുണ്ടായിരുന്നു. അതിനെ 2.5 ഗ്രാം വീതമുള്ള മോതിരാക്കി മാറ്റണം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആദ്യമേ ചോദിച്ചെന്താണ്? ആദ്യമേ എന്ത് മാത്രം ഗോൾഡ് ഉണ്ടായിരുന്നു? അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് ഗോൾഡ്. ബി പാർട്ടിന്റെ ഫസ്റ്റ് പാർട്ട്, ടോട്ടൽ വെയിറ്റ് ഓഫ് ഗോൾഡ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? 4.5 ഗ്രാം വീതമുള്ള 15 വള ഉണ്ടായിരുന്നു. അപ്പൊ 4.5 into 15 ചെയ്യുക. 4.5 into 15 ചെയ്യുമ്പോൾ എന്താ കിട്ടും? 67.5 ഗ്രാം. ഓക്കെ, 67.5 ഗ്രാം കിട്ടി. ഇനി ഇതിനെ റിങ്സ് ആക്കി മാറ്റി എന്ന് പറഞ്ഞാൽ 2.5 ഗ്രാം വീതമുള്ള റിങ്സ്. അപ്പൊ എത്ര പറയാം? നമ്പർ ഓഫ് റിങ്സ്, എത്ര റിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയാം. ഓക്കെ, അതിനെന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ വെയിറ്റിനെ ഒരു റിങ്ങിന്റെ വെയിറ്റ് ആയ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 27. ഓക്കെ, 67.5നെ 2.5 കൊണ്ട് നോക്കുന്നു ഡിവൈഡ് ചെയ്ത് ഇവിടെ കാണിക്കാം. 675/10 ഡിവൈഡഡ് ബൈ 225/10 എന്നാണ് വരുന്നത്. എന്ത് ചെയ്യാം? റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 10/25 വരും. ആക്ച്വലി എന്ത് വരും? 10 ക്യാൻസൽ ആവും. 675/25 ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടും 27. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ 27 കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ. Damu cultivated paddy in his field this year. He got 35.8 kilogram grains from the first harvest and 44.7 kilogram from the second harvest. After boiling, drying and crushing, he got 600 gram of rice from 1 kilogram grain. Then A part, find the total production of grains from the 2 harvests. B part, after boiling, drying and crushing of grains, what will be the total quantity of grains he received? C part, if Damu distributed the rice to his 5 sons equally, how much rice will each one get? Okay, question നോക്കാം. ഈ വർഷം ദാമു തന്റെ പാടത്ത് നെൽകൃഷി നടത്തി 2 തവണ വിളവെടുത്തു. ഫസ്റ്റ് വിളവെടുപ്പിന് 35.8 കിലോഗ്രാം നെല്ലും സെക്കൻഡ് വിളവെടുപ്പിന് 44.7 കിലോഗ്രാം ഗ്രൈനും കിട്ടി. ഇനി ഓരോ തവണയും അതിനെ ഈ കിട്ടിയ നെല്ലിനെ പുഴുങ്ങി ഉണങ്ങി പൊടിച്ചെടുത്തപ്പോൾ കുത്തിയെടുത്തപ്പോൾ എത്ര കിട്ടി? 1 കിലോഗ്രാം ഗ്രെയിനിൽ നിന്ന് 600 ഗ്രാം അരി വീതം എന്ന കണക്കിൽ അരിയും കിട്ടി. അങ്ങനെയെങ്കിൽ 2 ഹാർവസ്റ്റ് 2 വിളവെടുപ്പിലും കൂടെ ആകെ എന്തുമാത്രം ഗ്രെയിൻ കിട്ടി? ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻ, 2 വിളവെടുപ്പിലും കൂടെയുള്ള ആകെ പ്രൊഡക്ഷൻ. ഇപ്പോൾ 2 വിളവെടുപ്പിന് ശേഷം ടോട്ടൽ കിട്ടിയ അരിയുടെ അളവ്, അതായത് ഈ നെല്ല് കുത്തി ഉണങ്ങി പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന എന്ത് മാത്രം, അത് 1 കിലോഗ്രാമിൽ നിന്ന് 600 ഗ്രാം വീതം കിട്ടിയാൽ ടോട്ടൽ ഹാർവസ്റ്റിന് എന്ത് മാത്രം കിട്ടും? സി പാർട്ട്, ഈ കിട്ടിയ അരി 5
കുട്ടികൾക്കായിട്ട് വീതിച്ചു കൊടുത്തു, ദാമുവിന് 5 മക്കൾക്കായിട്ട് വീതിച്ചു കൊടുത്തെങ്കിൽ ഓരോ മക്കൾക്കും കിട്ടിയ അരിയുടെ അളവ് എന്താണെന്ന് കണ്ടെത്തുക. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് ചോദിച്ചത് എന്താണ്? 2 വിളവെടുപ്പിനും കൂടെ ആകെ കിട്ടിയ പ്രൊഡക്ഷൻ. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻ, അതായത് എ പാർട്ട്, ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഗ്രെയിൻ. ഓക്കെ, ഫസ്റ്റ് വിളവെടുപ്പിൽ എത്ര കിട്ടിയ? 35.8 കിലോഗ്രാം. 35.8 ഉം 44.7 കൂടെ ആഡ് ചെയ്യാം. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 80.5 കിലോഗ്രാം ആണ് ആകെ കിട്ടിയ വിളവെടുപ്പ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ബി പാർട്ടായിട്ട് ചോദിച്ചെന്താണ്? ആകെ കിട്ടുന്ന അരിയുടെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് റൈസ്. അതായത് 1 കിലോഗ്രാം നെല്ലിൽ നിന്ന് നമുക്ക് 600 ഗ്രാം അരിയെ കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 80.5 കിലോഗ്രാം നെല്ലിൽ നിന്ന് എന്തുമാത്രം അരി കിട്ടും? 80.5 ഉണ്ട്. 1 കിലോഗ്രാമിൽ നിന്ന് കിട്ടുന്ന എന്തുമാത്രമാണ്? 0.6 കിലോഗ്രാം അല്ലെ 0.600. 600 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.600 കിലോഗ്രാം അല്ലേ? അപ്പൊ 1 കിലോഗ്രാമിൽ നിന്ന് 600 ഗ്രാമിൽ നിന്ന് കിട്ടിയാൽ 80.5 എന്ത് ചെയ്താൽ മതി? ഈ ആകെ ടോട്ടലും 1 കിലോഗ്രാമിൽ നിന്ന് കിട്ടുന്ന അരിയുടെ അളവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ 80.5 into 0.600 എന്നൊരു ആക്ച്വലി 80.5 into 0.6 ചെയ്താലും മതി. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 48.30 അല്ലെങ്കിൽ 48.3 എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ആകെ കിട്ടുന്ന അരിയുടെ അളവ് എത്രയാണ്? 48.3 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ സി പാർട്ട് ചോദിച്ചാൽ എന്താണ്? ഈ കിട്ടുന്ന അരി ആകെ 5 പേർക്കായിട്ട് വീതിച്ചു കൊടുത്താൽ ക്വാണ്ടിറ്റി ഓഫ് റൈസ് ഈച്ച് ഗെറ്റ്, ഓരോ മക്കൾക്കും കിട്ടുന്നത് എന്ത് മാത്രമാണ്? ഓരോരുത്തർക്കും കിട്ടിയത് എന്ത് മാത്രം? ഈച്ച് ഗോട്ട് എത്ര വരും? ഈ 48.3നെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. 48.3 എന്ന് പറഞ്ഞാൽ എന്താണ്? 483/10 divided by 5. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫ്രാക്ഷനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്ത് വരും? 483/10 into 5ന്റെ റെസിപ്രോക്കൽ 1/5. ഫ്രാക്ഷൻ എന്ത് വരും? 483/50. ഓക്കെ, അപ്പോൾ 483നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 483 divided by 50 എന്ത് വരും? 9.66 കിലോഗ്രാം. ടോട്ടൽ കിട്ടുന്ന എത്രയാണ്? 9.66. ഓരോ മക്കൾക്കും കിട്ടുന്ന അരിയുടെ അളവ് 9.66 kilogram. Next question. The heights of 5 students in a bench are 1.45 meter, 1.5 meter, 1.48 meter and 1.42 meter, 1.4 meters. ഒരു ബെഞ്ചിലിരിക്കുന്ന 5 കുട്ടികളുടെ ഹൈറ്റ് ആണ് ഇപ്പോൾ പറഞ്ഞത്. 1.5, 1.48, 1.42, 1.4 and 1.45 meters. അങ്ങനെയാണെങ്കിൽ A part find the average height. ആ 5 കുട്ടികളുടെ ആവറേജ് ഹൈറ്റ് കണ്ടെത്തുക. B part, if the average weight of students is 36.250 kilogram, calculate their total weight. ഈ 5 പേരുടെയും ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 36.250 ആണെങ്കിൽ ടോട്ടൽ വെയിറ്റ് കണ്ടെത്തുക. C part, if 144 divided by 24 is equal to 6, calculate 14.4 divided by 2.4. Okay. നമുക്ക് 5 കുട്ടികളുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, അവരുടെ ആവറേജ് ഹൈറ്റ് കണ്ടെത്തുക. അപ്പോൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് ആവറേജ് ഹൈറ്റ് കണ്ടെത്താൻ നമുക്ക് എന്ത് വേണം? ടോട്ടൽ ഹൈറ്റ് വേണം. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5 പേരുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, 5 പേരുടെ ഹൈറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 45 പ്ലസ് 1.5 പ്ലസ് 1.50 എന്ന് പറഞ്ഞാലും 1.5 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. അപ്പോൾ 1.50 അല്ല 1.4, 1.42 പ്ലസ് 1.4 എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് വരും 7.25 മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ? ആവറേജ് കണ്ടെത്താം. ആവറേജ് ഈസ് ഈക്വൽ ടു 7.25 divided by 5. അപ്പോൾ
അപ്പോൾ എന്ത് കിട്ടും? 7.25 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 1.45 മീറ്റർ. ഈ 5 പേരുടെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1.45 മീറ്റർ. ഇനി ആവറേജ് വെയിറ്റ് തന്നിട്ടുണ്ട്. ആവറേജ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 36.250 കിലോഗ്രാം. അങ്ങനെയാണെങ്കിലോ ടോട്ടൽ വെയിറ്റ് ഉണ്ട്. ടോട്ടൽ വെയിറ്റ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ആവറേജ് കിട്ടിയ ടോട്ടൽ എന്ത് ചെയ്താൽ മതി? ആൾക്കാരുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 36.250 ഇൻറ്റു 5. 36.25 ഇൻറ്റു 5 ചെയ്യുക. 181.25 കിലോഗ്രാം. ഓക്കെ, സി പാർട്ട് ആയിട്ട് എന്തായിരുന്നു? 144 ഡിവൈഡഡ് ബൈ 26 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയെങ്കിൽ 26 അല്ല 24 ഈസ് ഈക്വൽ ടു 6. അങ്ങനെയെങ്കിൽ 14.4 ഡിവൈഡഡ് ബൈ 2.4 കണ്ടെത്തുക. ഓക്കെ, ഇത് തന്നെയാണല്ലോ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? 144 ഡിവൈഡഡ് ബൈ 10 ആണെന്ന് 14.4 എന്ന് പറഞ്ഞത്. 6 ഡിവൈഡഡ് ബൈ 24 ബൈ 10 ആണ് 2.4 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിനെ എന്ത് ചെയ്താൽ ഒരു ഫ്രാക്ഷനെ മറ്റൊരു ഫ്രാക്ഷൻ കൊണ്ട് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഡിവൈഡ് ചെയ്യേണ്ട. ഫ്രാക്ഷൻ കൊണ്ട് അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വന്നു? 2 ക്യാൻസൽ ആയി. 144 ഡിവൈഡഡ് ബൈ 24 തന്നെ. അതിന്റെ ആൻസർ എന്താണ് ഇവിടെ തന്നിട്ടുണ്ട്? എന്താ? 6. അപ്പോൾ 14.4 ഡിവൈഡ് ബൈ 2.4 എന്ന് പറഞ്ഞാലും ആൻസർ തന്നെയാണ് 6 തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രോബ്ലങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതോടുകൂടി ചാപ്റ്റർ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. ഓക്കെ, താങ്ക് യു.